അധികമൊന്നും ഹൈപ്പില്ലാതെ വന്നൊരു പടം 4 ദിവസങ്ങൾ കൊണ്ട് 9 കോടി കളക്ട് ചെയ്യുക. 20 വർഷങ്ങൾക്കിടയിൽ മലയാള സിനിമയിലെ ടോപ്പ് 20 മൂവീസിൽ ഇടം പിടിക്കുക. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഏത് സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഇപ്രാവശ്യത്തെ ഓണക്കാല റിലീസായിട്ടുള്ള കിഷ്കിന്ധാകാന്ഡത്തെ കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. മലയാളത്തിൽ അധികമൊന്നും കണ്ട് പരിചയമില്ലാത്ത ഒരു ജേണറാണ് സൈക്കോളജിക്കൽ മിസ്റ്ററിയസ് ത്രില്ലർ വിഭാഗം. അതിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ട് കിഷ്കിന്ധാകാന്ഡം റിലീസ് ചെയ്തിട്ട് 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോഴും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം അത്രയൊന്നും പ്രൊമോഷൻസ് ഈ സിനിമയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് കൂടുതലുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ്ങുകൾക്കിടയിൽ, സിനിമ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഗ്യാങ്ങുകൾക്കിടയിൽ ഒരുപാട് ബ്രില്യൻസിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പടം തന്നെയായിരിക്കും കിഷ്കിന്ധാകാന്ഡം. ഈ പേര് സൂചിപ്പിക്കുന്നതിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാ ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിനിമയുടെ ട്രെയിലറിലൊക്കെ ഒരുപാട് മങ്കീസിനെ കാണിക്കുന്നുണ്ട്. അതായത് കല്ലേപ്പതി ഫോറസ്റ്റ് റിസർവ് ആണ് ഈ സിനിമയുടെ പശ്ചാത്തലം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രത്യേകതരം ഫീലാണ്. ഇതിന്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ പശ്ചാത്തലം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും അടിപൊളിയാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. കല്ലേപ്പതി ഫോറസ്റ്റ് റിസർവിനടുത്ത് താമസിക്കുന്ന റിട്ടയർഡ് ഓഫീസർ ആയിട്ടുള്ള അപ്പുപിള്ളയുടെയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസർ അജയ് ചന്ദ്രന്റെയും ഭാര്യയായിട്ടുള്ള അപർണ ബാലമുരളിയുടെയും ഒരു ലൈഫിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും മറ്റുമാണ് ഈ സിനിമയിലുള്ള പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. കൂടുതൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടർ നിങ്ങൾ നോക്കി വെച്ചോളും. മലയാള സിനിമ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു ക്യാരക്ടറാണ്. അത്രയും അടിപൊളിയായിട്ടാണ് വിജയരാഘവൻ സാർ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആസിഫ് അലി ആയിക്കോട്ടെ, അപർണ ബാലമുരളി ആയിക്കോട്ടെ, രണ്ടുപേരും അവരുടെ പെർഫോമൻസ് സൂപ്പർ ആക്കിയപ്പോൾ വിജയരാഘവൻ സാർ ഈ പെർഫോമൻസുകളൊക്കെ ഒരു പടി കടത്തിവിട്ടുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് ഈ ഫിലിം കാണുമ്പോൾ തോന്നിപ്പോവും. അത്രയും ഗംഭീരമായിട്ടുള്ള ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് എനിക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി, ബ്രില്യൻറ്റ് സ്റ്റോറി, അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശാണ്. അതേപോലെ തന്നെ മേക്കിംഗ് ചെയ്തിരിക്കുന്നത് ദിൻജിത്ത് അയ്യന്താനാണ്. രണ്ടുപേരും മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണ്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ. പിന്നെ ആകെ കൂടെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഓവർ എക്സ്പെക്ടേഷൻസോടുകൂടി നമ്മൾ ഒരു സിനിമയെ മാത്രമല്ല ഒന്നിനെയും കണക്കാക്കാതെ റിവ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ വലിയൊരു ഹൈപ്പ് എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പിലാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇതിനെ പോയി ജഡ്ജ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു നിരാശ ഉണ്ടാക്കും. ഓവർ എക്സ്പെക്ടേഷൻസ് കിൽസ് ദ ജോയ് എന്നാണല്ലോ. സോ അത്തരം ഓവർ എക്സ്പെക്ടേഷൻസോട് കൂടി ഈ ഒരു പടം കാണാതിരിക്കുക. ബാക്കിയെല്ലാം അടിപൊളിയാണ്. നിങ്ങൾ ഈ സിനിമ മോശമാണെന്നുള്ളൊരു അഭിപ്രായമായിട്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഈ പറയുന്ന അത്ര ഇല്ലല്ലോ എന്നുള്ളൊരു ടോക്ക് ചിലർക്കെങ്കിലും വന്നേക്കാം. അതുകൊണ്ടാണ് ഒരു സാറ്റ്യൂട്ടറി വാണിംഗ് പോലെ പറയുന്നത്. കിഷ്കിന്ധാകാന്ഡം ദ ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്നാണ് ഈ ഒരു സിനിമയുടെ ടാഗ്ലൈൻ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ 4th വൈസ് മങ്കി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് ബാക്കി വെച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമാറ്റിക് അനുഭവമായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ. വൺ മോർ തിങ്, ഇറ്റ്സ് എ ബഡിങ് യൂട്യൂബ് ചാനൽ. സോ ഐ നീഡ് യുവർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ചുള്ള സജഷൻസ്, കമൻസ് എല്ലാം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഒത്തിരി സ്നേഹത്തോടെ അരുണിമ. ലവ് യു ഓൾ. ബൈ.